പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദയില്ലാതെ ഇനി ഒരു നിമിഷം പോലും തനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ വിക്രം അവളെ ഒരു നോക്ക് കാണാൻ വേണ്ടി കൊതിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. പാർട്ടി ഓഫീസിലാണെങ്കിലും ശ്രീകാരൻ ശ്രീനിവാസൻ ഏൽപ്പിച്ച ജോലികളൊന്നും തന്നെ ചെയ്യാൻ പറ്റാതെ വിക്രം വല്ലാതെ വീർപ്പ് മുട്ടുന്നുണ്ട്. അവിടെ നിന്നും അവൻ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോയി. വിക്രമിന്റെ മുഖമാകെ വല്ലാതെ വാടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവിടെയുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താടാ വിക്രം നിനക്ക് പറ്റിയത്? എന്താടാ നിന്റെ മുഖത്തൊരു സന്തോഷവുമില്ലല്ലോ എന്ന് ചോദിക്കും. നീ വീട്ടിൽ നിന്നും ഇറങ്ങില്ലെന്നും വർക്ക്ഷോപ്പിലേക്ക് ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞാണല്ലോ പോയത്. അപ്പോ വിക്രം പറയുന്നുണ്ട്, എനിക്കിനി വീട്ടിലിരിക്കാനൊന്നും പറ്റില്ല രാജേട്ടാ. അന്നേരം രാജേട്ടൻ അരികിലേക്ക് വന്നുകൊണ്ട് തന്നെ എന്താടാ കാര്യം, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് വിക്രം ആകെ വിഷമിച്ചിരിക്കുകയാണ്. നീ എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം വിക്രം പറയുന്നുണ്ട്, ആ വീട്ടിൽ ചെന്നപ്പോ വേദ അവിടെ ഇല്ലായിരുന്നു. എന്നോട് ഒരു വാക്ക് പോലും പറയാതെ അവൾ അവളുടെ വീട്ടിലേക്ക് പോയി. ഇത് കേട്ടപ്പോ അനിയൻകുട്ടനൊന്ന് ഞെട്ടി. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം ഈ പറയുന്നത്? വേദ നിന്നെ വിട്ടുപോകുന്ന ആളൊന്നുമല്ലല്ലോ. പിന്നെ അവൾ അങ്ങനെ പോവാൻ ഇത് എന്ത് പറ്റി? അന്നേരം വിക്രം പറയുന്നുണ്ട്, എനിക്കറിയില്ല അവൾക്ക് എന്താ പറ്റിയത് എന്ന്. കുറച്ച് ദിവസമായി അവൾ ആകെ മൂഡ് ഓഫ് ആയിരുന്നു. അവൾക്ക് അവളുടെ മുഖത്ത് യാതൊരുവിധ സന്തോഷവുമില്ല. ശ്രീനി സാറുമായിട്ടുള്ള എന്റെ കൂട്ടുകെട്ടാണ് അവൾ പോവാൻ കാരണമെന്ന് അച്ഛനോടും അമ്മയോടും അവൾ പറഞ്ഞിരിക്കുന്നു. എന്നോടും അത് തന്നെയാണ് കാരണമായി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവൾ ഈ ഒരൊറ്റ കാരണം കൊണ്ട് വീട് വിട്ടു പോകുമെന്നും ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് കേട്ടപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, അവൾ പോയത് നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? നിന്റെ മുഖം കണ്ടാലറിയാം നീ വേദയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന്. ഇപ്പോഴാണ് നിനക്ക് അതിന്റെ വില മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് സത്യം. അത് ശരിവെച്ചുകൊണ്ട് തന്നെ വിക്രം പറഞ്ഞു, രാജേട്ടൻ പറഞ്ഞതെല്ലാം സത്യമാണ്. അവൾ കൂടെയുള്ളപ്പോൾ ഞാൻ അവളുടെ വില അറിഞ്ഞില്ല. വിട്ടുപോയപ്പോഴാണ് ഞാൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് എനിക്ക് പോലും മനസ്സിലായത്. അവളില്ലാതെ എനിക്ക് പറ്റില്ല രാജേട്ടാ. ഓരോ നിമിഷം അവളുടെ ഓർമ്മകൾ തന്നെയാണ് എന്റെ മനസ്സിൽ. അനിയൻകുട്ടനും അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വിക്രം, വേദ നിന്റെ ഭാര്യയല്ലേ, നീ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരണം. ശ്രീനി സാറുമായിട്ടുള്ള ഇനി ഒരു ബന്ധമില്ല എന്നും നീ പറയുന്നത് പോലെ തന്നെ ജീവിച്ചോളാമെന്നും പറഞ്ഞിട്ട് നീ അവളെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറയും. നീ വിളിച്ച വേദ നിന്റെ കൂടെ വരില്ലേ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അന്നേരം വിക്രം പറയുന്നത്, ഞാൻ സാറിനെ കണ്ട് സംസാരിക്കാൻ നോക്കി. പക്ഷെ പെട്ടെന്ന് അറുത്തു മുറിച്ചൊന്നും എനിക്ക് അങ്ങനെ മുഖത്ത് നോക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല. സാറുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചാൽ മാത്രമേ എനിക്കിനി വേദയെ കാണാൻ പോകാൻ പോലും പറ്റൂ. അന്നേരം അനിയൻകുട്ടൻ പറയുന്നുണ്ട്, വേദയുടെ ഭാഗത്തും ന്യായമുണ്ട്. സാറുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു നിന്നെ മാറ്റിയെടുക്കാനാണ് അവൾ നോക്കിയത്. അത് നിന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഒട്ടും വൈകാതെ സാറുമായിട്ടുള്ള ബന്ധം വിട്ട് നീ വേദയോടൊപ്പം നല്ലൊരു ജീവിതം തന്നെ ജീവിക്കാൻ നോക്ക്. വിക്രം ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. വേദയ്ക്ക് വേണ്ടിയിട്ട് താൻ എന്ത് ത്യാഗം സഹിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന ഭാവമായിരുന്നു അവന്റെ മുഖത്ത്. ഇതേ സമയം വീട്ടിലാണെങ്കിൽ കമലയും ശ്രീജയും വിക്രമിനെ കുറിച്ച് ഓർത്തുകൊണ്ട് തന്നെ ആകെ വിഷമത്തോടെ സംസാരിച്ച് നിൽക്കുകയാണ്. വേദയ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ അവൻ തയ്യാറാണ്. പക്ഷേ അത് കാണാൻ അവൾ ഇവിടെയില്ലല്ലോ. ശ്രീജ സങ്കടത്തോടെ പറഞ്ഞു, വേദ വിക്രമിന്റെ പുറകെ നടന്നപ്പോൾ അവൻ അവളെ മൈൻഡ് പോലും ചെയ്തിരുന്നില്ല. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ കണ്ടില്ലേ അമ്മേ എന്നൊക്കെ പറഞ്ഞ് അവൾ സങ്കടപ്പെടുകയാണ്. കമലമ്മക്കും അത് വലിയ സങ്കടമായി. വേദമോൾ ഒരിക്കലും ഈ വീട് വിട്ടുപോകുമെന്ന് കരുതിയില്ല എന്ന് അവർ പറഞ്ഞു. വിക്രം അവളെ ഇറക്കിവിടാൻ നോക്കിയപ്പോൾ പോലും അവൾ ഈ വീട്ടിൽ പിടിച്ചു നിന്നവളാണ്. എന്നിട്ടിപ്പോ അവൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴേക്കും അവൾ എവിടെ നിന്ന് പോയത് എന്തിനാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയട്ടെ കമലമ്മ. അന്നേരം ശ്രീജ പറയുന്നുണ്ട്, അമ്മേ, വേദയൊന്ന് വിളിച്ചൂടെ? വിക്രം വന്ന കാര്യം ശ്രീനി സാറിനെ ഉപേക്ഷിച്ച കാര്യവുമൊക്കെ നമുക്ക് അവളോടൊന്ന് പറഞ്ഞാലോ? ഒരു പക്ഷേ ആ ഒരു കാര്യമെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമായിരിക്കുമെന്ന് പറയും. കമല ഉടനെ തന്നെ ഫോൺ എടുത്ത് വേദയെ വിളിച്ചു. പക്ഷേ വേദ കമലമ്മയുടെ നമ്പർ കണ്ടിട്ടും ഫോണൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. വേദ ഫോൺ എടുക്കുന്നില്ല എന്ന് കമലമ്മ പറഞ്ഞപ്പോൾ ശ്രീജ ഒരിക്കൽ കൂടി വിളിക്കാൻ പറഞ്ഞു. വീണ്ടും വിളിച്ചപ്പോൾ വേദ ദേഷ്യത്തോടു കൂടി തന്നെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞു. കമലമ്മ നിസ്സഹായ അവസ്ഥയിൽ പറയുന്നുണ്ട്, വേദമോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു എന്ന്. ശ്രീജ ചോദിക്കുന്നുണ്ട്, ഇത് വേദയ്ക്ക് ഇത് എന്താ പറ്റിയതമ്മേ? അവൾ ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ലേ എന്നൊക്കെ ചോദിക്കും. കമലമ്മയുടെ കണ്ണുകളെല്ലാം നിറയുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ വേദയാണെങ്കിൽ ആ ഒരു ഫോൺ കോൾ വന്നതുകൊണ്ടും അമ്മയുടെ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആകെ വിഷമത്തിലാണ്. അവൾ ഫോൺ ഓണാക്കിയ ഉടനെ തന്നെ ആ ഒരു നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വെച്ചു. സങ്കടം കൊണ്ട് തന്നെ അവളുടെ കണ്ണുകളും നിറഞ്ഞുകൊണ്ടിരുന്നു. നേരം ഇരുട്ടിയിട്ടും വിക്രം വീട്ടിലേക്ക് വരാത്തതിനാൽ കമലമ്മയും ശ്രീജയും വലിയ ഉത്കണ്ഠയോടുകൂടെ തന്നെ വിക്രമിനെ കാത്തിരിക്കാണ്. കുറെ വൈകി വിക്രം വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവർ അവനെ എതിരേറ്റു. എന്താ മോനെ, എന്താ നീ ഇത്രമാത്രം വൈകിയത്? കുളിച്ചിട്ട് വാ, അമ്മ ചോറെടുത്ത് വെക്കാമെന്ന് കമലമ്മ പറഞ്ഞുവെങ്കിലും വിക്രം, എനിക്കൊന്നും വേണ്ട അമ്മേ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു എന്ന് കള്ളം പറയും. ശ്രീജ പറയുന്നുണ്ട്, എടാ നീ വെറുതെ കള്ളം പറയണ്ട. വിക്രം ഒന്നും കഴിച്ചിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ, അവൾ തിരിച്ചു വരുമെന്നൊക്കെ പറയും. കമലത്തിന് അവന്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പോലും പറ്റുന്നില്ല. മോനെ, മോൻ പോയിട്ട് അവളെ വിളിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാനൊക്കെ പറയണേ.
വിക്രമിന്റെ കണ്ണ് നിറഞ്ഞുകൊണ്ട് തന്നെ കമലമ്മയോട് പറയുന്നത്, അവൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല അവൾ എൻ്റെ ആരായിരുന്നു എന്ന്. പക്ഷേ ഇപ്പോൾ അവളുടെ ഇഷ്ടം എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അമ്മേ. ചിലപ്പോൾ ദൈവം എന്നെ പരീക്ഷിക്കുന്നത് കൊണ്ടായിരിക്കാം എൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ പിടയുന്നത്. വിക്രം തൻ്റെ ഉള്ളിലെ വിഷമമൊക്കെ തന്നെ കമലമ്മയോട് തുറന്നു പറഞ്ഞു. അവൻ വേദയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് കമലമ്മക്കും ശ്രീജയ്ക്കും മനസ്സിലായി. വിക്രം കരയുന്നത് കണ്ട് കമല അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. മുറിയിലേക്ക് പോയ വിക്രത്തിന് ഉറക്കം പോലും വരുന്നില്ല. വേദയുടെ ഓർമ്മകൾ അവനെ അങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. മുറിയിലുള്ള ഓരോ സാധനങ്ങളും അവളെ ഓർമ്മിപ്പിച്ചു. ക്ഷേത്രനടയിൽ വെച്ച് വേദയുടെ കഴുത്തിൽ താലി കെട്ടിയതും അവളോടൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങളും അവന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. അവളോടൊന്ന് സംസാരിക്കാൻ അവൻ വല്ലാതെ കൊതിച്ചിരുന്നു. വിക്രം ഫോണെടുത്ത് വേദയെ വിളിച്ചു. വേദ ഉറക്കം വരാതെ വിക്രമിനെ ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു ഈ സമയം. വിക്രമിന്റെ കോള് കണ്ടപ്പോൾ വേദക്ക് ഭയങ്കര സന്തോഷമായി. എങ്കിലും ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അന്നേരം സങ്കടം കൊണ്ട് തന്നെ അവൾ ആ കോളങ്ങ് കട്ട് ചെയ്തു. വിക്രം വീണ്ടും സങ്കടത്തിലായി. മറുഭാഗത്ത് വേദ കട്ടിലിൽ കിടന്ന് പൊട്ടിക്കരയാണ്. സ്വന്തം ജീവിതവും ഇഷ്ടങ്ങളും എല്ലാം നഷ്ടപ്പെട്ടതിന്റെ വേദന വേദയുടെ മനസ്സിലുണ്ട്. പിറ്റേന്ന് രാവിലെ വിക്രം വേദയെ നേരിട്ട് കാണാൻ തന്നെ തീരുമാനിച്ചു. ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണെന്നും നിന്നെ എനിക്ക് അത്രമാത്രം ഇഷ്ടമാണെന്നും വേദയോട് നേരിട്ട് പറയണമെന്നാണ് അവന്റെ ആഗ്രഹം. എന്നാൽ അപ്പോഴേക്കും ശ്രീനിവാസൻ അവനെ വിളിപ്പിച്ചു. വിക്രം ദേഷ്യത്തോടെ കൂടെ തന്നെ അങ്ങോട്ടേക്ക് പോയി. വിക്രമിനെ കണ്ടതും ശ്രീനിവാസൻ ദേഷ്യപ്പെട്ടു. എടാ വിക്രം, നീ എന്താടാ ഞാൻ പറയുന്നതൊന്നും കേൾക്കാത്തത്? പാർട്ടി കാര്യങ്ങളൊക്കെ ഞാൻ നിന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇട്ടെറിഞ്ഞു പോകുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. ഇത് കേട്ട വിക്രം അങ്ങ് കടുപ്പിച്ചു തന്നെ പറഞ്ഞു, അതെ, ഞാൻ സാറിനോട് പറഞ്ഞതല്ലേ എനിക്കിതിലൊന്നും താല്പര്യമില്ല എന്ന്. ഇനി സാറിന്റെ കൂടെ നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല. അച്ഛൻ്റെയും അമ്മയുടെയും വേദനയുടെയും ഇഷ്ടത്തിന് ജീവിക്കാനാണ് ഇനി മുതൽ എൻ്റെ ആഗ്രഹം. എനിക്കത് തന്നെയാണ് താല്പര്യം. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഇതിൽ നിന്നും മാറ്റി നിർത്തണം. വിക്രമിന്റെ ഈ ഒരു മാറ്റം കണ്ട് ശ്രീനിവാസൻ സാറ് ആകെ ഞെട്ടിപ്പോയി. എന്ത് പറയണമെന്ന് പോലും അറിയാതെ അയാൾ ആകെ അങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ്. വിക്രം പറയുന്നത്, അതെ സർ, ഞാൻ പോവാണ്. ഇനി ദയവ് ചെയ്ത് എന്നെ വിളിക്കരുത്. നമ്മുടെ സൗഹൃദം എന്നും ഇതുപോലെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. വിക്രമിന്റെ വാക്കെല്ലാം കേട്ടുകൊണ്ട് തന്നെ ശ്രീനിവാസൻ സാർ ആണെങ്കിൽ ആകെങ്ങനെ പകച്ചു നിൽക്കുകയാണ്. വിക്രത്തെ തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ട ചിന്ത അയാളെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ശ്രീനിവാസന്റെ ഓഫീസിൽ നിന്നും ഇറങ്ങിയ വിക്രം നേരെ വെച്ചുപിടിച്ചത് വേദയുടെ വീട്ടിലേക്കാണ്. വഴി നീളെ അവന്റെ ഉള്ളിൽ ഒരു തരം വെമ്പലായിരുന്നു. അവളോട് പറയാൻ മാറ്റിവെച്ച വാക്കുകൾ 1000 വട്ടം അവന്റെ മനസ്സിൽ ഉരുവിട്ടു. വേദയുടെ വീടിന്റെ മുറ്റത്തേക്ക് ബൈക്ക് നിർത്തുമ്പോൾ വിക്രമിന്റെ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടായിരുന്നു. സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്ന വേദയുടെ അച്ഛൻ ശങ്കരനാരായണൻ വിക്രമിനെ കണ്ടതും ഒരു നിമിഷം ഗൗരവത്തോടെ നോക്കി. പക്ഷേ അവന്റെ ആകപ്പാടെയുള്ള തളർച്ചയും വിറയലും കണ്ടപ്പോൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് വിരൽ ചൂണ്ടി. വിക്രം പതുക്കെ അകത്തേക്ക് ചെന്നപ്പോൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന വേദയാണ് കണ്ടത്. തന്റെ നിഴൽ കണ്ടിട്ടാണോ എന്തോ അവൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി. വിക്രമിനെ ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ കണ്ടതോടുകൂടി തന്നെ അവളുടെ കണ്ണുകളെല്ലാം തന്നെ വിടർന്നു. പിന്നെ അറിയാതെ തന്നെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി. വിക്രം പതുക്കെ അവളുടെ അരികിലേക്ക് നടന്നു. ഒന്നും മിണ്ടാതെ അവളുടെ കൈകളങ്ങ് മുറുകെ പിടിച്ചു. എനിക്ക് തെറ്റ് പറ്റിപ്പോയി വേദ. ആ വാക്കുകൾ അവന്റെ തൊണ്ടയിലങ്ങ് ഇടറി. ശ്രീനിവാസൻ സാറുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാനങ്ങ് അറുത്തുമാറ്റി. എനിക്ക് വേണ്ടത് നിന്നെ മാത്രമാണ്. എന്റെ ഈ പിടയുന്ന നെഞ്ചിലേക്ക് നീ തിരിച്ചു വരണമെന്ന് വിക്രം പറയുന്ന സമയത്തിന് വേദ ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ അവളുടെ പിടുത്തം അവന്റെ കൈകളിൽ മുറുകി. വിക്രം അവളെ നെറ്റിയിൽ തലോടിക്കൊണ്ട് തന്നെ തുടർന്നു. നീ ഇല്ലാതെ ആ മുറിയിൽ എനിക്ക് ശ്വാസം മുട്ടുമായിരുന്നു. ചുവരിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോസ് പോലും എന്നെ കളിയാക്കുന്നത് പോലെ എനിക്ക് തോന്നി. വേദയുടെ പരിഭവമൊക്കെ ആ നിമിഷം അങ്ങ് ഇല്ലാതായി, അലിഞ്ഞങ്ങ് ഇല്ലാതായി. അവൾ അവന്റെ നെഞ്ചിലേക്ക് ചായുമ്പോൾ ആശ്വാസത്തോടെ ഒന്ന് നെടുവീർപ്പിട്ടു. പെട്ടെന്നായിരിക്കും ശ്രീകാന്ത് തന്നോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യങ്ങളും താൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട കാര്യങ്ങളും പിന്നെ വേദയെ വിലക്കിയ കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് വേദക്ക് ഓർമ്മ വരുന്നത്. പെട്ടെന്ന് തന്നെ വിക്രമിനെ അങ്ങ് തള്ളി മാറ്റിക്കൊണ്ട് ദേഷ്യം അഭിനയിക്കാണ് വേദ. വിക്രം ഒരുപാടധികം സ്നേഹത്തോടുകൂടെ തന്നെ വേദയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും വേദയാണെങ്കിൽ വിക്രമിനെ അവഗണിച്ചുകൊണ്ടായിരിക്കട്ടോ പെരുമാറുന്നത്. എന്നാൽ വേദയ്ക്ക് ഇത് എന്ത് പറ്റി, എന്തായി ഒരു മാറ്റത്തിന് കാരണമെന്ന് വിക്രം വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിലും വേദ തിരിച്ചൊന്നും പ്രതികരിക്കുന്നില്ല. വളരെ ദേഷ്യത്തോടെയും മോശപ്പെട്ട രീതിയിലായിരിക്കും വേദ വിക്രമിനോട് സംസാരിക്കുന്നത്. അങ്ങനെ വിക്രമിനെ അപമാനിക്കുന്ന രീതിയിലായിരിക്കട്ടോ വേദ അവിടെ നിന്നും ആട്ടിപ്പായിക്കുന്നത്. പക്ഷേ വേദയുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്താണ് എന്ന് ദീപ്തി വഴി വിക്രം അറിയുന്നുണ്ട്. പിന്നീട് അങ്ങനെ വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകൾ തന്നെയാണ് വരാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ് ഓൾറെഡി ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കേട്ട് നോക്കിക്കോട്ടോ. നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് പവിത്രത്തിൽ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.